അനുസരണമാണ് സൃഷ്ടി നടക്കുന്നതെന്ന് പറഞ്ഞു. ജീവജാലങ്ങൾ മരിക്കുമ്പോൾ, ശരീരം ഉപേക്ഷിക്കുമ്പോൾ ജീവനോടൊപ്പം പോകുന്നത് അവരുടെ ജന്മവാസനകളാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വാസനകളാണ്. കർമ്മം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഒക്കെ ഉണ്ടാക്കിയെടുത്ത വാസനയുടെ ഒരു സ്ഥൂല രൂപം, സൂക്ഷ്മരൂപം ജീവനോടൊപ്പം അന്ധകരണത്തിൽ വസിക്കുന്നു. ആ ജന്മവാസനയും പേറിയാണ് ഓരോ ജീവനും ഇവിടെ വന്നു ചേരുന്നത്. നമ്മൾ സാധാരണ ജന്മവാസന എന്ന് പറയുന്നത് മറ്റൊരു പേര് കൊടുക്കാമെങ്കിൽ അത് പ്രകൃതി എന്ന് പറയാം. അപ്പോൾ ആ പ്രകൃതിക്ക് അനുസരണമായിട്ട്, അത് വ്യഷ്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെയാകുമ്പോൾ ഈ സമഷ്ടിയായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ സമഷ്ടിയായിട്ടുള്ള പ്രപഞ്ചം, അപ്പോൾ ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്ന ചോദ്യം വന്നല്ലോ. ഈ പ്രപഞ്ചം ഉണ്ടായി വരാൻ കാരണം അതിൻ്റെ പ്രകൃതമാണ്. ആ പ്രകൃതി അനുസരണമായിട്ട് പ്രളയത്തിൽ ഇവിടെയെല്ലാം ഒളിഞ്ഞു കിടക്കുന്നു. ഉറക്കത്തിൽ എപ്രകാരമാണോ ഒരുവനിലെ അവൻ്റെ കഴിവുകളെല്ലാം സുപ്തരൂപത്തിൽ കിടക്കുന്നത്, അതേപോലെ പ്രപഞ്ചത്തിൻ്റെ ലയ കാലഘട്ടത്തിൽ, അതായത് പ്രളയം സംഭവിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള വാസനാരൂപത്തിൽ എല്ലാം അവിടെ ഒളിഞ്ഞു കിടക്കുകയാണ്. അതാണ് പിന്നെ സൃഷ്ടിക്കപ്പെട്ടു വരുന്നത്. വേനൽക്കാലത്ത് ഒളിഞ്ഞു കിടക്കുന്ന ബീജങ്ങൾ മഴ പെയ്യുമ്പോൾ കിളിർത്തു വരുന്നത് പോലെ ഈ പ്രകൃതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒളിഞ്ഞു കിടക്കുന്നു പ്രളയത്തിൽ. അത് വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു, വീണ്ടും ലയത്തിൽ ചെന്നു ചേരുന്നു, വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ പിന്നെ ഒരു ചോദ്യം വരാവുന്നത്, ആദ്യ സൃഷ്ടി അങ്ങനെ നടന്നു? അതിന് വാസ്തവത്തിൽ കൊടുക്കാവുന്ന ഉത്തരം നമുക്ക് അറിയില്ല എന്നാണ് പറയേണ്ടത്. മായ എന്നാണ് അതിന് ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്ത നാമം. അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. അനന്തത, അജ്ഞാതം, അവർണ്ണനി. അതുകൊണ്ട് എന്താണോ വിവരിക്കാൻ പറ്റാത്തത് അതിന് കൊടുത്ത ഏറ്റവും നല്ല ഉത്തരം മായ എന്നുള്ളതാണ്. കയറിലെ ഒരുവൻ പാമ്പിനെ കണ്ടു, എന്തുകൊണ്ട് കണ്ടു എന്ന് ചോദിച്ചാൽ അവന് ഉത്തരം പറയാൻ സാധിക്കില്ല. മറ്റൊരാൾ കണ്ടില്ല, ഇയാൾ കണ്ടു, എന്തുകൊണ്ട് അറിയാൻ വയ്യ, പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉത്തരം മായ. ഏതൊന്നിനെയാണോ വിവരിക്കാൻ സാധിക്കാത്തത് അതിനെയാണ് മായ എന്ന് പറയുന്നത്. അതൊരു തെറ്റല്ല, അത് ഏറ്റവും സത്യസന്ധമാണ് ആ ഉത്തരം. ചിലതൊക്കെ നമുക്ക് അറിയാൻ സാധ്യമല്ല, ഉത്തരം പറയാൻ സാധ്യമല്ല. ഞാൻ എന്തുകൊണ്ട് ഇന്ന അച്ഛനമ്മമാരുടെ മകനായിട്ട് മകളായിട്ട് ജനിച്ചു, നമുക്കത് പറയാൻ സാധിക്കുന്നില്ല. അല്ലെ ജ്യേഷ്ഠാനുജന്മാർ വിവാഹം കഴിച്ചിട്ട് ഒരാൾക്ക് കുഞ്ഞുണ്ടാകുന്നു, ഒരാൾക്ക് കുഞ്ഞുണ്ടാകുന്നില്ല. ഒരാൾ സുഖിയായിട്ട് ജീവിക്കുന്നു, ഒരാൾ ദുഃഖിയായിട്ട് ജീവിക്കുന്നു. ഒരുവൻ സുന്ദരനായിരിക്കുമ്പോൾ മറ്റൊരു വിരൂപനായിരിക്കാം. ഇതിൻ്റെയൊക്കെ കാരണം അജ്ഞാതം. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് എന്തുകൊണ്ട് മാറാരോഗം ഉണ്ടാകുന്നു, പറയാൻ പ്രയാസം. അപ്പോൾ ഇവിടെയൊക്കെ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉത്തരം മായ. നമുക്ക് പറയാൻ സാധിക്കാത്തത്, അറിയാൻ സാധിക്കാത്തത്, വാക്കുകൊണ്ട് പറയാൻ സാധിക്കാത്തത്, അതൊരു വലിയ ശക്തിയാണ്. ആ ശക്തി ഇവിടെ ഉണ്ട്. കയറിനെ പാമ്പാക്കി കാണിക്കുന്ന ഒരു ശക്തി ഉണ്ട് ഇവിടെ. ആ ശക്തി എന്ത്, ഏത്, എവിടെ എന്നൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധ്യമല്ല. പക്ഷേ ശക്തി ഉണ്ട്. അതിന് എന്ത് പേര് കൊടുക്കാം? മായ എന്ന് പേര് കൊടുക്കാം. അങ്ങനെ മായയുടെ വിലാസമാണ് പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പ്രകൃതി അനുസരണമായിട്ട് സൃഷ്ടിച്ചിട്ട് സൃഷ്ടുവേദം പ്രകൃതേഹേ. ആര് സൃഷ്ടിച്ചു? സൃഷ്ടിച്ചതെല്ലാം, ജാതമായതെല്ലാം ഈശ്വരനിൽ നിന്നാണ് സംഭവിച്ചത്. അതുകൊണ്ട് സൃഷ്ടികർത്താവ് എന്ന് ഈശ്വരനെ പറയുകയാണ്. വാസ്തവത്തിൽ കർത്തൃത്വ ദോഷമൊന്നും ഈശ്വരനില്ലെങ്കിലും നമ്മൾ അങ്ങനെ അങ്ങ് പറയുകയാണ്. എന്നിട്ട് ഈശ്വരൻ എന്ത് ചെയ്തു? ഇതം പ്രകൃതേഹേ സൃഷ്ടുവ അനുപ്രവിശതി. പ്രവിശതി കടന്നു നിൽക്കുക,
കടന്നു ഇരിക്കുക, കടന്നു കയറുക. അനുപ്രവിശതി തുടർന്നങ്ങ് കയറി. ഗച്ഛതി അനുഗച്ഛതി ഗമിക്കുക, അനുഗമിക്കുക, പുറകെ പോകുക. രാഗം, അനുരാഗം. അപ്പം ഗച്ഛതി അനുഗച്ഛതി എന്ന് പറഞ്ഞതുപോലെ പ്രവിശതി പ്രവേശിച്ചു, അനുപ്രവിശതി തുടർന്നങ്ങോട്ട് പ്രവേശിച്ചു, അതിൽ കടന്നു നിന്നു. ഇതിനകത്തെ എല്ലാം സൃഷ്ടിമായതിലെല്ലാം ജാതമായതിലെല്ലാം ആ ഈശ്വര ചൈതന്യം കടന്നു നിന്നു. അപ്പൊ ഈശ്വരന്റെ സാന്നിധ്യമില്ലാത്ത ഒരിടവുമില്ല, ഈശ്വരനെ ഒളിക്കാൻ സാധ്യവുമല്ല. ഒരിക്കല് ഒരു ഗുരുനാഥൻ 2 പക്ഷികളെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് ആരും കാണാതെ ഇതിനെ കൊന്നിട്ട് വരാൻ പറഞ്ഞു. ഒരുവൻ അങ്ങനെ തന്നെ ചെയ്തു. രണ്ടാമത്തവൻ കോഴിയുമായിട്ട് പക്ഷിയുമായിട്ട് അതേ രീതിയിൽ തിരിച്ചു വരുന്നു. എന്തു പറ്റി നിനക്ക്? എനിക്ക് ആരും കാണാതെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാനീ കൊല്ലാൻ പോകുന്നത് ഈ കോഴി കാണുന്നുണ്ട്, അതിനകത്തുള്ളിൽ ഇരിക്കുന്ന ആ ജീവൻ കാണുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാപഞ്ചിക ശക്തികൾ കാണുന്നു എന്ന് പറഞ്ഞ് അയാൾ അത് ചെയ്യാൻ കഴിയാതെ തിരിച്ചു വന്നു എന്നാണ്. അപ്പോൾ എല്ലായിടത്തും ഈശ്വരനുണ്ട്. ഈശ്വരനെ ഒളിക്കാൻ സാധ്യമല്ല. നിങ്ങളൊരു കല്ലിൻ്റെ മറവിൽ നിന്ന് ഏതെങ്കിലും കാര്യം ചെയ്താൽ ആ കല്ലിനകത്തിരിക്കുന്ന ചൈതന്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ മറയ്ക്കാൻ സാധ്യമല്ല. ആന്ത്രതം ഒരസ്ഥിതയെ മറയ്ക്കുകയില്ലെന്ന് അനുഭവമുണ്ട് എന്ന് ഗുരു. അപ്പോൾ നമുക്കൊന്നിനെ മറയ്ക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അതിനകത്തെല്ലാം ഈശ്വര ചൈതന്യം കടന്നു നിൽക്കുന്നു. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ചെറിയ ആറ്റത്തെ എടുത്ത് വിശ്ലേഷണം ചെയ്താലും അതിനകത്തും നമുക്ക് ചൈതന്യത്തെ കാണാൻ പറ്റും, ന്യൂക്ലിയസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഈശ്വര ചൈതന്യത്തെ മറച്ചിട്ട് ഈശ്വര ചൈതന്യം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് അസാധ്യമാണ്. ഈ ഒരു ദൃഷ്ടിയുള്ളവന്. അല്ലാത്തവന് ഒന്നുമില്ല, ആരും കാണുന്നുമില്ല, കണ്ടാലും കേട്ടാലും കുഴപ്പമില്ല എന്നുള്ള മനോഭാവമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു വിഷയമേ അല്ല. മറിച്ച് കടന്നു കാണാൻ ശേഷിയുള്ളവരായിട്ടുള്ള ആളുകളുടെ മുൻപിൽ നിന്ന് ഒളിച്ചു വെക്കാനൊന്നും സാധ്യമല്ലാത്തത് കൊണ്ട് അവർ ഈ സത്യം പറഞ്ഞിരിക്കുക. ഗുരു സത്യം പറയുകയാണ്, ഈ പ്രപഞ്ച സൃഷ്ടി എങ്ങനെ നടന്നു എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം, അല്ലെ വസ്തുക്കളെല്ലാം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ഈ ചൈതന്യം എല്ലായിടത്തും പ്രവേശിച്ചു. ഒരിടത്തല്ല, എല്ലായിടത്തും പ്രവേശിച്ചു. അനുപ്രവിശതി, എല്ലായിടത്തും അത് തുടർന്ന് പ്രവേശിച്ചു കൊണ്ടിരുന്നു. എല്ലായിടത്തും ഈശ്വരന്റെ സാന്നിധ്യം വന്നു ചേർന്നു. അക്കാരണത്താൽ തന്നെ ഇത് എന്തെങ്കിലും എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അതിനെ ധരിക്കുന്നത്, വഹിക്കുന്നത്, അതിനെ നിലനിർത്തിയിരിക്കുന്നതും ഈ ചൈതന്യം തന്നെയാണ്. അതുകൊണ്ട് ഏയം യയാധാര്യതേ, ഏതൊന്നിലാണോ ഇതെല്ലാം ധരിക്കപ്പെടുന്നത്, ഇതെല്ലാം നിലനിൽക്കുന്നത്, അതുമാം ഈശ്വര ചൈതന്യത്തിൽ തന്നെ. അപ്പോൾ ഉണ്ടാവുന്നു, അതിനകത്ത് ഉണ്ടായതിനു ശേഷം കടന്നു കയറി, ഇപ്പോഴും അതിനകത്ത് നിലനിൽക്കുന്നു. ഇവിടെ പ്രപഞ്ചത്തിലെ എന്ത് വസ്തു എടുത്തു നോക്കിയാലും അതിനകത്തെല്ലാം ചൈതന്യം കാണാം. അതാണ് ഈശ്വരൻ. അല്ലാതെ എവിടെയെങ്കിലും സ്വർഗസിംഹാസനത്തിലും ഈശയും പിരിച്ചിരിക്കുന്നയാളല്ല ഈശ്വരൻ. ഈ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ഋഷിമാർ ഈ ലോകത്തിൽ തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു വിഡ്ഢിയാൻ വന്ന് ദൈവം അവിടെ ഇരിക്കുന്നു, ദൈവം ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരുന്ന് നമ്മുടെ ഗുണവും ദോഷവും എല്ലാം കണ്ടിട്ട് ശിക്ഷിക്കാനായിട്ട് ഒരാൾ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവസങ്കല്പം വന്നാൽ അതിന് അപ്പുറത്ത് പോകാൻ സാധിക്കണം പ്രിയപ്പെട്ടവർക്ക്. പക്ഷെ ദൈവം അതൊന്നും അല്ല. ദ്യോവിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിനാണ് ദൈവം എന്ന് പറയുന്നത്. അല്ല ദൈവം എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ശിക്ഷാരക്ഷകളെ ചെയ്യുന്ന ആളാണോ? ഗുരു ഒരു ഗദ്യകൃതിയിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. ദൈവം എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ശിക്ഷാരക്ഷാവിധികളെ നടപ്പാക്കുന്നവനല്ല. അതൊന്നും അല്ല ദൈവത്തിൻ്റെ പണി. അതാ ആരൊക്കെയോ മൂഢന്മാർ പറഞ്ഞ് നമ്മളെ മൂഢത്വത്തിലേക്ക് കൊണ്ടുപോയതാണ്. പക്ഷെ പരമസത്യം പറഞ്ഞു തരേണ്ട കടമ ഗുരുക്കന്മാർക്കുണ്ട്. മഹാപ്രവാചകന്മാരായിട്ട് വന്ന് ഈ ലോകത്തിലെ നന്മ പകരുന്ന ഗുരുക്കന്മാർക്ക് ഒരു ദൗത്യമുണ്ട്. അവർ ഈ ലോകത്തോട് സത്യം ഉദ്ഘോഷിക്കും. ഇതാണ് സത്യം, നിങ്ങൾ കാണുന്ന പലതും സത്യമല്ല, അത് അസത്യമാണ്. ആ സത്യത്തിൻ്റെ മൂടുപടത്തിൽ നിന്ന്
പുറത്തു വരണമെന്ന് പറഞ്ഞ് അവർ സ്നേഹത്തോടുകൂടി ആ മൂടുപടത്തിൻ്റെ നിസ്സാരത കാണിച്ചു തരികയും അതിനെ പൊട്ടിച്ച് പുറത്തിറങ്ങാനുള്ള വഴി കാണിച്ചു തരികയും ചെയ്യുമ്പോൾ ധീരനായവൻ ആ വഴിയെ യാത്ര ചെയ്യാൻ സാധിക്കണം. അല്ലാത്തവരെല്ലാം ആയിരക്കണക്കിന് ആളുകളും സഞ്ചരിക്കുന്നത് അബദ്ധത്തിൽ കൂടിയാണ്. അപ്പോൾ അവിടെ ആ അബദ്ധത്തിൽ വീഴാതെ നല്ല പദത്തിലേക്ക്, സുപഥത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇതാ ഒരു മഹാഗുരു നമ്മളുടെ മുമ്പിലെ വെളിച്ചം കാണിച്ചു തന്നുകൊണ്ട് ഗുരുസ്വരൂപത്തിൽ നിൽക്കുന്നു. ആ വെളിച്ചം കാണിച്ചു തരുന്ന ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ വിനീത നമസ്കാരം നടത്തിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഗുരു എനിക്ക് സത്യം കാട്ടിത്തരണമേ എന്ന്. നന്ദി.